ഹായ്. നമുക്കൊരു കാര്യത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ഒരു സംശയം വന്നാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണ്? മുമ്പൊക്കെ നമ്മൾ നേരെ ഗൂഗിളിലേക്ക് പോകുമായിരുന്നു. പക്ഷെ ഗൂഗിൾ സെർച്ച് ചെയ്ത് പല വെബ്സൈറ്റുകളും കയറി ഇറങ്ങി എവിടെ നിന്നാണ് ശരിയായ ഉത്തരം കിട്ടുക എന്ന് നോക്കി സമയം കളയുമായിരുന്നു. പിന്നീട് ചാറ്റ് ജി പി ടി പോലുള്ള AI ടൂളുകൾ വന്നു. നമുക്ക് നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം, ഉത്തരങ്ങൾ അപ്പോൾ തന്നെ ലഭിക്കും. എന്നാൽ ഇപ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ രംഗത്ത് വലിയൊരു വിപ്ലവം സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു പുതിയ പ്ലാറ്റ്ഫോമിനെയാണ്. ഏറ്റവും വിശ്വസനീയവും കൃത്യവുമായ വിവരങ്ങൾ നൽകുന്ന ഒരു AI ടൂളാണ്. അതാണ് പെർപ്ലെക്സിറ്റി. പേര് പറയുവാനും ഓർത്തു വെക്കുവാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പെർപ്ലെക്സിറ്റി. എന്നാൽ ഇതിന്റെ ഉപയോഗം അത്രമേൽ സിമ്പിളും മനോഹരവുമാണ്. ഒരു സാധാരണ ഗൂഗിൾ സെർച്ചിനപ്പുറം ചാറ്റ് ജി പി ടിയുടെ ഉത്തരങ്ങളെക്കാൾ വിശ്വസനീയമായ വിവരങ്ങളിലേക്ക് പെർപ്ലെക്സിറ്റി നിങ്ങളെ എത്തിക്കും. എന്തുകൊണ്ടാണ് ഇത് ചാറ്റ് ജി പി ടിയെക്കാളും ഗൂഗിളിനേക്കാളും മികച്ചതാകുന്നത്? എങ്ങനെയാണ് ഇത് നമ്മുടെ വിവരങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങളെ മാറ്റിമറിക്കുന്നത്? നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി കാണാം. നമ്മൾ ആദ്യം ചാറ്റ് ജി പി ടിയോട് പെർപ്ലെക്സിറ്റിയെ കുറിച്ച് ചോദിക്കാം. ചാറ്റ് ജി പി ടി എന്താണ് പറയുന്നത് നോക്കാം. ഓക്കെ, ചാറ്റ് ജി പി ടി ചോദിച്ചിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും ചാറ്റ് ജി പി ടി വിശദീകരിക്കുന്നുണ്ട്. എന്താണ് പെർപ്ലെക്സിറ്റിയെയും ചാറ്റ് ജി പി ടിയും താരതമ്യം ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങളിലും. റിയൽ ടൈം ഇൻഫർമേഷൻ ആണെങ്കിൽ പെർപ്ലെക്സിറ്റിയിൽ ഉണ്ട്, പക്ഷെ ചാറ്റ് ജി പി ടിയിൽ ഇല്ല. ഇത് ചാറ്റ് ജി പി ടി തന്നെയാണ് പറയുന്നത്. ഉറവിടങ്ങള് ഇതിൽ നൽകുന്നുണ്ട്, പക്ഷെ ചാറ്റ് ജി പി ടിയിൽ നൽകുന്നില്ല. ഓക്കെ, പിന്നെ വോയിസ് സെർച്ച് പെർപ്ലെക്സിറ്റിയിൽ ഉണ്ട്, ചാറ്റ് ജി പി ടിയിൽ ഇല്ല. അങ്ങനെ ഓരോ കാര്യങ്ങളും അത് തന്നെ ചാറ്റ് ജി പി ടി തന്നെ വിശദീകരിക്കുന്നുണ്ട്. പിന്നെ ഈ പെർപ്ലെക്സിറ്റിയുടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ലൈവായിട്ടുള്ള ന്യൂസുകൾ നമുക്ക് ലഭിക്കുന്നുള്ളത് കൊണ്ട് പത്രമാധ്യമങ്ങൾ അവർക്ക് വാർത്ത നൽകാൻ വേണ്ടി ലോകാടിസ്ഥാനത്തിലുള്ള വാർത്തകൾ നൽകാൻ വേണ്ടി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ടൂള് പെർപ്ലെക്സിറ്റിയാണ്. കാരണം അവർക്ക് ലൈവായിട്ട് വാർത്തകൾ നൽകുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയ വാർത്തകളാണ് വേണ്ടത്. അതിന് പോലും നമ്മൾ നമ്മളുടെ പത്രമാധ്യമങ്ങൾ പെർപ്ലെക്സിറ്റി സെർച്ച് ചെയ്തുകൊണ്ട് ന്യൂസ് എടുക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അത്രക്കും ലൈവായിട്ടുള്ള വാർത്തകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നത് ഒരു പ്രത്യേകതയാണ്. നമ്മൾ perplexity.ai എന്ന് അടിച്ചാൽ ഇങ്ങനെ ആയിരിക്കും കിട്ടുക. ഇതിൽ നമുക്ക് എന്താണോ ലൈവ് ആയിട്ട് ചോദിക്കാനുള്ളത് അല്ലെങ്കിൽ എന്താണ് നമുക്ക് ആവശ്യമുള്ളത് ചോദിക്കുക. ഇതിൽ കുറെ ഓപ്ഷൻസ് ഉണ്ട്. വോയിസ് സെർച്ച്, ടെക്സ്റ്റ് സെർച്ച്, അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. എന്താണ് ചോദിക്കേണ്ടത്? ഇന്ത്യയുടെ പുതിയ ഉപരാഷ്ട്രപതി ആരായിരിക്കും? ഇതില് കുറെ ആൾക്കാരുടെ പേര് പറയുന്നുണ്ട്. ഓക്കെ, ശശി തരൂർ, ആരിഫ് മുഹമ്മദ് ഖാൻ, ചിലരുടെ പേര് ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും ഏറ്റവും ലേറ്റസ്റ്റ് ആയ അല്ലെങ്കിൽ സെർച്ചിങ്ങിന് ആവശ്യമായ ടൂളാണ് ഇത്. കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.